ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഡിപ്ലോമ ഉള്ള ഓട്ടോമൊബൈൽ സ്ട്രീമിലുള്ളവർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്കും ബിടെക്കുകാർക്കും മാത്രമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് എക്സാമാണ്. മാത്രമല്ല, കേരളത്തിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലാമറസ് ജോബുകളിൽ ഒന്നുകൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട്, അതായത് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു കൃത്യവും വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരു ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദവിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാമിനേഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അനുസരിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യത ഒന്നുകൂടി പറയുകയാണ്. നോട്ടിഫിക്കേഷൻ മുമ്പ് നിങ്ങൾ പ്രിക്വയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് ഒന്നുകൂടി പറയുന്നത്. ആത്യന്തികമായിട്ട് നമ്മുടെ യോഗ്യത ഒരു അടിസ്ഥാന ഘടകമാണ്. ഈ യോഗ്യത കൂടാതെ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഉൾപ്പെടെയുള്ള ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം എന്നൊരു വലിയ മാനദണ്ഡമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹെവി ലൈസൻസുകൾ എപ്പോഴും കിട്ടില്ല. അതിന് സ്ലോട്ടുകൾ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഉടനായിട്ട് പോയി എടുക്കാനൊക്കെ നിന്നാൽ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഹെവി ലൈസൻസ് ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ അത് എടുക്കുക. ഇനിയും അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, ലൈസൻസ് ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ലൈസൻസിന്റെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് തന്നെ അത് റിന്യൂ ചെയ്യാനുള്ള കാര്യം കൂടി ചെയ്യുക. ഹെവി ലൈസൻസിന്റെ വാലിഡിറ്റി ആസ് യൂഷ്വൽ നമുക്കുള്ളതുപോലെ ഒരു വലിയ വാലിഡിറ്റി അല്ല, ചെറിയ പീരീഡ് ഓഫ് ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വാലിഡിറ്റി കൃത്യമായിട്ട് റിന്യൂ ചെയ്യുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടി നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ഇനി ഈ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,600 തുടങ്ങി 95,600 അവസാനിക്കുന്ന ഒരു വലിയ സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണിത്. ഇനിയും ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 21 വയസ്സിൽ തുടങ്ങി 36 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. SC/ST OBC വിഭാഗങ്ങൾക്ക് മതിയായ ഇളവ് ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBCക്ക് 3 വർഷവുമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. പിന്നെ ഇതിന് നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രം ഇഷ്യൂ ചെയ്താൽ മതിയാകും. ഇനിയും ഇതിന് മുമ്പ് നടന്ന എക്സാമിനേഷന്റെ വിശദവിവരങ്ങൾ നോക്കുകയാണെങ്കിൽ 517/2022 എന്ന നമ്പറിലായിരുന്നു ഈ ഒരു എക്സാമിനേഷൻ നടന്നത്. ഈ ഒരു എക്സാമിനേഷൻ അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 59.67 മാർക്കായിരുന്നു. ഇനി അന്ന് മാക്സിമം മാർക്കായിട്ട് വന്ന 83.33 മാർക്കുമായിരുന്നു. അന്ന് മൊത്തം ആപ്ലിക്കേഷൻ ലഭിച്ചത് 10,787 പേരായിരുന്നു. അതിൽ കൺഫർമേഷന് ശേഷം അവശേഷിച്ചത് 99,327 പേരുമായിരുന്നു. അങ്ങനെ ആപ്ലിക്കേഷനിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്, അതായത് എക്സാമിനൊക്കെ ശേഷം അഡ്മിറ്റ് ചെയ്യപ്പെട്ടത് ഏതാണ്ട് 950 പേരും മെയിൻ ലിസ്റ്റിൽ 606 പേരും വന്നു. ഇതിനോടകം തന്നെ 121 പേർക്ക് അഡ്വൈസ് പോയ ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം നിയമനങ്ങൾ ഇനി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ എക്സാമിനേഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു RTI ഒരു ഉദ്യോഗാർത്ഥി കൊടുക്കുകയും അതിന് മറുപടി ലഭിച്ചതിനാണ് ഏപ്രിലോട് കൂടി ഇതിനൊരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC അറിയിച്ചിരിക്കുന്നത്. അതേ ഡേറ്റ തന്നെയാണ് നമ്മൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു പഠന മാതൃക മുൻനിർത്തി ഒരു ഫ്രീ ലൈവ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും എങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു ലൈവ് ക്ലാസ്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കിട്ടുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞാൽ 20 ഫെബ്രുവരി, ഈ വരുന്ന 20 ഫെബ്രുവരി വൈകുന്നേരം 8 മണിക്കാണ്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ക്ലാസ് മിസ്സാക്കാതെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പഠനത്തിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിനോടകം നടന്ന AMVI എക്സാമിനേഷനിൽ നമുക്ക് ധാരാളം വിജയികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഏണസ്റ്റ് അക്കാഡമിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ AMVIയുടെ കോഴ്സ് ഓഫ്ലൈനായും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നതിനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. മറക്കണ്ട, ഈ ഒരു കോഴ്സ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്. മാത്രവുമല്ല, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ സ്ട്രീമിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തയ്യാറെടുപ്പുകളോടെ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുക. നിങ്ങളെ തേടി ഒരു വലിയ വിജയം കാത്തിരിക്കുന്നു എന്നൊരു ശുഭവാർത്തയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.